ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. 2 വർഷത്തിന് ശേഷം നാട്ടിലൊക്കെ ഒന്ന് പോയി വന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരുന്നു. അതാണ് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലോറൽ ആർട്ടാണ്. അതും ക്യാൻവാസിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു റീസൈക്കിൾഡ് ക്രാഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു റീസൈക്കിൾഡ് ക്രാഫ്റ്റാണെന്ന് പറയാൻ കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാൻവാസിൽ ഞാൻ ഓൾറെഡി ഒരു പെയിൻറ്റിങ് ചെയ്തിട്ട് ഫ്ലോപ്പായി പോയതായിരുന്നു. അപ്പോൾ ആ ക്യാൻവാസ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ക്യാൻവാസിൽ തന്നെ ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഫുള്ളായിട്ട്. ഇതൊരു 2 to 3 കോട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ യൂസ് ചെയ്യാത്ത ക്യാൻവാസുകളുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പുതിയൊരു ക്യാൻവാസിലാണെങ്കിലും നമുക്ക് ഈ ക്രാഫ്റ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ വൈറ്റ് കളർ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മിഡിലിലേക്കൊരു വേസ് വരച്ചു കൊടുക്കണം. അതിനുവേണ്ടി ക്യാൻവാസിൻ്റെ മിഡിൽ നിന്ന് 2 ഭാഗത്തേക്കും ഈക്വലായിട്ട് നമ്മൾ കുറച്ച് മെഷർമെൻറ്റ്സ് എടുത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന മെഷർമെൻറ്റ്സിലൂടെ ഒരു പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുവാണ്. ഈ സർക്കിളിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ് ഒരു വേസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന വേസിലേക്ക് ആദ്യം തന്നെ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യുവാണ്. നമ്മളിവിടെ ആക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് കളർ ഫുൾ വേസിൽ അടിച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആവുന്ന ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ ബ്രഷിൽ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. റെഡ്, ഗ്രീൻ, യെല്ലോ അങ്ങനെ എടുത്തിട്ട് ഈ ക്യാൻവാസിലേക്ക് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുവാണ്. ഈ ബ്ലാക്ക് കളർ ഡ്രൈ ആയതിനു ശേഷം കോപ്പർ കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. 2 സൈഡിലും നമ്മൾ ഈ സെയിം രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കൂടുതൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് റൈറ്റ് സൈഡ് കുറച്ച് ഡാർക്കിഷ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പഴയ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ളതാണ്, എങ്കിലും അത് നമ്മൾക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ നമ്മൾ ഈ വരച്ചിരിക്കുന്ന വേസിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഓരോ ഫ്ലവേഴ്സും ലീവ്സും ഒന്നിന് മുകളിൽ ഒന്നായിട്ടോ സൈഡിലായിട്ടോ ഒരു ഫ്ലവർ വേസിൽ എങ്ങനെയാണോ ഫ്ലവേഴ്സ് ഇരിക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് 3D എഫക്റ്റ് കിട്ടുന്ന ക്യാൻവാസിൽ ചെയ്യുന്ന ഒരു ഫ്ലോറൽ ആർട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. അതുമല്ല, ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തരുന്നൊരു വാൾ ഡെക്കർ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ, ബൈ ഫ്രം JhillMill. താങ്ക് യു.